ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. പീതാംബരം ഗരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പ ശരണം. തജ്ജന്മതാനി കർമാണി തഥായുസ്തന്മനോവച നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. ശ്രേയസാം അഭി സർവേഷാം ആത്മാ ഹ്യവധിരർത്ഥത സർവേഷാം അഭിഭൂതാനാം ഹരിരാത്മാ ആത്മതപ്രിയ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രൈ. യൽ കീർത്തനം യൽ സ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രോഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം. കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണ മതീയ ജന്മം. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം. മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്പിഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചങ്കദകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും നമസ്കാരം. ആചാര്യപരമ്പരകൾക്ക് എല്ലാവർക്കും ഈ ഉള്ളവൻ്റെ വിനീതമായ നമസ്കാരം, പ്രണാമം. അനേക വർഷങ്ങളായി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ
സത്രത്തിൽ പങ്കുചേരുന്ന സുഹൃത്തുക്കളാണ് നിങ്ങളേവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും നമ്മുടെയൊക്കെ ഗുരുപരമ്പരകളുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രവർത്തനവും നിമിത്തം നമുക്ക് ഒന്നിച്ചുകൂടാനുള്ള അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള അവതാരത്തെക്കുറിച്ച് അനുസ്മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതെന്നാൽ ആവുന്ന വിധത്തിൽ ഭഗവാൻ എന്നിൽ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അനുഭവവേദ്യമാക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അവതരിക്കുക എന്നുള്ള പദത്തിനർത്ഥം ഇറങ്ങി വരിക എന്നുള്ളതാണ്. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം നാമവും രൂപവും സ്വീകരിച്ച് അല്ലെങ്കിൽ ധരിച്ച് താഴോട്ട് ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം, ഈശ്വരാവതാരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വസ്വരൂപത്തെ മറിച്ച് ഒരു വ്യക്തിരൂപം ധരിച്ച് പ്രകടമാകുക എന്നുള്ളതാണ് ഈ താഴോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ നിലയിൽ ഈ ജഗത്തിലെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങളും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അമീബ മുതൽ ത്രിമൂർത്തികൾ വരെ ബോധസ്വരൂപമായ ഭഗവാന്റെ തിരു അവതാരങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവയിലൊക്കെ ഈശ്വരസ്വരൂപം കാണാൻ കഴിയാത്തതായിട്ടുള്ള, ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മന്ദാഹസ്സു മന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ ഭൂരീണി ഭൂരികർമാണി ശ്രോതവ്യാനി വിഭാഗശാം. മന്ദബുദ്ധികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് അവതാരങ്ങൾ വേദവ്യാസ മഹർഷി കൽപ്പിച്ച് നമ്മളുടെ മുമ്പിൽ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഊർജ്ജസ്വലങ്ങളും തേജോമയങ്ങളുമായിട്ടുള്ള വ്യക്തിപദങ്ങളിൽ ഈശ്വരഭാവനയെ നമ്മൾ കൊണ്ടുവന്നാൽ ക്രമേണ എന്താ അതിൻ്റെ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന് ശുദ്ധി വരും. ചിത്തത്തിന് ശുദ്ധി വന്നു കഴിഞ്ഞാൽ സർവത്ര ഈശ്വരമയമായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ ചൊല്ലിയ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചുമോ എന്നുള്ളത് ഒന്നും കൂടി നമുക്ക് ഓർക്കാം. കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം. നമ്മുടെ ദൃശ്യത്തിൽപ്പെടുന്ന, നാം കാണുന്ന വസ്തുക്കളിലൊക്കെ ഈശ്വരനെ കാണുക എന്നുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരുക. ആ ഒരു ഈശ്വരാനുഭവം അനുഭവപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാമിജി നേരത്തെ ഭഗവത്ഗീതയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. ഭഗവത്ഗീതയിലും അതുപോലെ ഭാഗവതത്തിലും ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൃഷ്ണികളിൽ കൃഷ്ണൻ ഞാനാകുന്നു, പാണ്ഡവന്മാരിൽ വീരന്മാരിൽ ഞാൻ അർജുനനാകുന്നു തുടങ്ങിയിട്ടുള്ള ഈശ്വര വിഭൂതികളെയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവതാരങ്ങളെക്കുറിച്ച് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ഓരോ അവതാരങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് അവതാരങ്ങളിൽ പരമപ്രധാനമായിട്ട് നമ്മൾ അംഗീകരിച്ച ആ ഭാഗമാണ് കൃഷ്ണാവതാരം എന്നാണ്. കൃഷ്ണാവതാരത്തിലെ ഏറ്റവും പ്രാധാന്യം ഏറിയ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഭഗവാന്റെ അവതാര തിരുസ്വരൂപത്തെ കണ്ടതായ ശ്രീ വസുദേവരും അതുപോലെ ദേവകിയും ചൊല്ലുന്ന ഒരു സ്തുതിയുണ്ട്. ഇവിടെ ആ സ്തുതിയെക്കുറിച്ച് ആസ്പദമാക്കി പറയണം എന്നുള്ള ഒരു നല്ല നിർദ്ദേശം, സ്നേഹമയമായ
ഒരു വാത്സല്യം നിറഞ്ഞതായിട്ടുള്ളൊരു നിർദ്ദേശം വന്നു. പലപ്പോഴും ഭാഗവത സപ്താഹ യജ്ഞവേദികളിൽ നമുക്ക് ഈ സ്തുതികളൊന്നും പറയാനുള്ള സന്ദർഭങ്ങൾ കുറഞ്ഞു വരും. പ്രത്യേകിച്ചും കൃഷ്ണാവതാരം കഴിഞ്ഞാലുള്ള ആ സ്തുതിയൊക്കെ കൃഷ്ണാവതാരോത്സവ സംഭ്രമത്തിൽപ്പെടുമ്പോൾ നാമങ്ങളും കീർത്തനങ്ങളും ആട്ടങ്ങളും പാട്ടുകളും അതുപോലെ നിവേദ്യാദികളും പ്രത്യേക പൂജകളും അർച്ചനകളും ഒക്കെ ആയി അതൊരു ആനന്ദത്തിൻ്റെ തലത്തിലെത്തും. അപ്പോൾ ദേവകി സ്തുതിച്ചു, വസുദേവർ സ്തുതിച്ചു, വളരെ നല്ല സ്തുതി എന്നേ പറയാനുള്ളൂ. പക്ഷേ ഒരു ഭാഗവത പ്രവക്താവ് പറഞ്ഞത്, ഭാഗവതത്തിലെ ഏറ്റവും വിഷമം പിടിച്ച വ്യാഖ്യാനിക്കാൻ എന്നല്ല, വ്യാഖ്യാനിച്ച് മുമ്പിലിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഈ വിഷയത്തെ എത്തിപ്പിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു സ്തുതിയാണ് വസുദേവരുടെ സ്തുതി എന്നുള്ളതാണ്. വസുദേവരുടെ സ്തുതി അല്പം വിഷമം പിടിച്ചതാണത്രേ. കാരണം നേരത്തെ ഈ പറഞ്ഞ പോലെ നാമരൂപങ്ങളില്ലാത്ത ഈശ്വരനെ നാമരൂപങ്ങൾ കൽപ്പിച്ചും കൊണ്ട് കൊണ്ടുവരുന്ന ഒന്നാണ്. ആ സ്തുതികളിൽ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സ്തുതി, ആ ശ്ലോകം ചൊല്ലാം, എന്നിട്ട് നമുക്കതിനെ ഒന്ന് നോക്കാം. യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സൗവ്യതിരേകതോ ബുധ വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദതൽ പുമാൻ. യ ആത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സൗവ്യതിരേകതോ ബുധ വിനാനുവാദം ന ച തന്മനീഷിതം സമ്യക് യതസ്ത്യക്തമുപാദതൽ പുമാൻ. യ ആരാണോ ആത്മന ബോധസ്വരൂപമായ ആത്മാവിൽ കാണപ്പെടുന്ന ദൃശ്യഗുണേഷു ജഡനാമരൂപങ്ങളിൽ സ്വവ്യതിരേകത ബോധസ്വരൂപനായിട്ടുള്ള ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ഈശ്വരനെ മാറ്റി നിർത്തിയിട്ട് സൻ ഇതി വ്യവസിതോ ഉള്ളത് എന്ന് തീരുമാനിക്കുന്നത് അബുധ. കൃഷ്ണാവതാരത്തിൽ ഇതേപോലൊരു അശരീര സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന പദമാണെന്ത്? അബുധ, ബോധമില്ലാത്തവനെ എന്ന്. അതിവിടെ സ്തുതിയിലും നമുക്ക് ആ പദം കാണാം. പക്ഷേ രണ്ടും വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ്. കംസനെ സംബന്ധിച്ച് കംസനെ അബുധ എന്ന് പറഞ്ഞ വിരോധമില്ല. പക്ഷെ ഇവിടെ ആരാ പറയപ്പെടുന്നത്? ഭഗവാന്റെ ദിവ്യമായ അവതാര തിരുസ്വരൂപത്തെ ദർശിച്ച് ആ ആനന്ദ നിർവൃതിയിൽ നിൽക്കുന്ന വസുദേവരാണ് പറയുന്നത്. അബുധ, അവൻ വിവേകമില്ലാത്തവനാണ്. യതഃ, എന്തുകൊണ്ടെന്നാൽ അനുവാദം വിന, ഈ തുടർന്നുള്ള ബോധം അവൻ്റെ തീരുമാനം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. പുമാൻ ത്യക്തഃ, ആരാണോ ബോധസ്വരൂപനായിട്ടുള്ള ആത്മാവിൽ കാണപ്പെടുന്നതായ ജഡനാമരൂപങ്ങളിൽ ബോധസ്വരൂപനായിട്ടുള്ള തന്നെ മാറ്റി നിർത്തിയിട്ട് ഉള്ളത് എന്ന് തീരുമാനിക്കുന്നത് അവനാണ് ആര്? വിവേകമില്ലാത്തവൻ എന്ന് പറയുന്നത്. എന്നുവെച്ച തന്മനീഷിതം സമ്യക് എന്നാണ്. അവൻ്റെ ആ തീരുമാനം ശരിയല്ല. ഏത് തീരുമാനം? ബോധത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു കാഴ്ച ഉള്ളതായ തീരുമാനം, അവൻ്റെ ആ തീരുമാനം ശരിയല്ല. ഏത്? ബോധത്തെ മാറ്റി നിർത്തിയും കൊണ്ട്. ബോധത്തെ മാറ്റി നിർത്തിയൂടെ എന്തെങ്കിലും ഉണ്ടോ?
ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു, എനിക്ക് നിങ്ങളുണ്ട് എന്നുള്ള അനുഭവം എങ്ങനെയാണ് വരുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ഈ ഉള്ളവനെ കാണുന്നു, ഇവിടെ ഒരാളിരുന്ന് പ്രസംഗിക്കുന്നു എന്നുള്ളത് എവിടുന്നാണ് വരണത്? പ്രഥമ വികാരം എന്താ? ഞാൻ എന്നുള്ളത്. ഞാനിനെ മാറ്റി നിർത്തിക്കൊണ്ട് വല്ലതുണ്ടോ? ഇപ്പോൾ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുന്ന ഈ യന്ത്രം ജഡമാണ് എന്നുള്ളതറിയാം. ഇതിന് ഞാൻ മുമ്പിലിരിക്കേണ്ടെന്നുള്ള ബോധമുണ്ടോ? ഇല്ല. എനിക്ക് ഇത് മുമ്പിൽ ഇങ്ങനെയുള്ള യന്ത്രമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ജഡമാണെന്നാണ് പറയണത്. ജഡമായ ഈ വസ്തുവിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ബോധമാണ് എന്നർത്ഥം. അപ്പോൾ എവിടെ നിന്നായാലും ബോധം ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാതെ ഒരു കാഴ്ചയും ഈ പ്രപഞ്ചത്തിലില്ല. ഉണ്ട് 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 എന്നുള്ള അനുഭവം ബോധത്തിൻ്റെ അഥവാ ആത്മാവിൻ്റെ സ്വരൂപമാണ്. ഈശ്വരൻ ഉണ്ടെന്നുള്ളതിൻ്റെ എന്താ തെളിവ്? ഞാൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അവിടെ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതല്ല, ഞാനുണ്ട് എന്നുള്ളതാണ്. ഞാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ തെളിവ്. ഞാനുണ്ടെങ്കിൽ മാത്രമേ ആരുള്ളൂ? ഈശ്വരൻ പോലുമുള്ളൂ എന്നാണ്. ഈശ്വരനെ കാണുന്നതിന് മുമ്പ് ഞാനുണ്ട്, ഈശ്വരനെ കാണുമ്പോഴും ഞാനുണ്ട്, ഈശ്വരനെ കണ്ടു കഴിഞ്ഞാലും ആരുണ്ട്? ഞാനുണ്ട്. എല്ലാവരും തലയാട്ടുണ്ട്, ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഈ വന്നു പോകുന്നവനാണോ ഈശ്വരൻ? ഈശ്വരനെ പോലും കാണുന്ന ഈ ഞാനാണോ? വന്നത് ഈശ്വരനാണെന്ന് തിരിച്ചറിയാൻ അറിവ് വേണ്ടേ? എന്തൊന്നും മിണ്ടാത്ത വേണം. അപ്പോൾ അതാണ് അതിലെ എന്താ സത്ത എന്ന് പറയപ്പെടുന്നത്. അതില്ലെങ്കിൽ, അതിനെ മാറ്റി നിർത്തിയാൽ ഇവിടെ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും ഉള്ളിൽ യാതൊരു പ്രയാസവുമില്ലാതെ, യാതൊരു സാധനാബലവുമില്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ 3 അവസ്ഥയ്ക്കും, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളിലും നിരന്തരമായിട്ട് പ്രവഹിച്ചും കൊണ്ടിരിക്കുന്ന ഈ ബോധ ചൈതന്യത്തെ മാറ്റി നിർത്തിയാൽ വല്ലതുണ്ടോ എന്നാണ്. ഇല്ല. അപ്പം ഇത്രയും സുലഭമായിട്ട് കിട്ടിയതിനെയാണ് നമ്മൾ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വയം ആലോചിക്കുക, നമ്മുടെ പ്രായവും പാഴാക്കിയതും തമ്മിൽ. അപ്പോൾ ഒരാൾ ഇപ്പം എൻ്റെ മുമ്പിൽ മേശ ഉണ്ട് എന്നുള്ള ഒരു അനുമാനം, അല്ല മേശയുണ്ട്, ഞാൻ മേശയെ അനുഭവിക്കുന്നു. ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മേശയ്ക്ക് പ്രസക്തിയുള്ളൂ. മേശയ്ക്ക് സ്വയം ഞാനുണ്ട് എന്നുള്ള ബോധമില്ല. ഉണ്ടോ? ഇല്ല. പ്രസക്തി ഞാനുണ്ട് എന്നുള്ളതാണ്. മേശ ശുദ്ധമായിട്ടുള്ള ജഡമാണ്, വാച്ച് ജഡമാണ്, ഈ മൈക്ക ജഡമാണ്, കാറ്റ് ഇതൊക്കെ ജഡമാണ്. ഇതൊക്കെ വസ്തുക്കളാണ്, മനുഷ്യ നിർമ്മിതമായ ജഡവസ്തുക്കളാണ്, നമുക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവയാണ്, മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പോൾ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളോ നിർമ്മിച്ച മനുഷ്യനാണോ ഉത്തമം എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ ബോധമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം എന്നാണ്. അപ്പം ഇതിനർത്ഥം പ്രപഞ്ചത്തിലെ എല്ലാ ജഡനാമരൂപങ്ങളിലും ബോധത്തിൽ തന്നെ പ്രകടമാകുന്നത് പോലെ എല്ലാം ഭ്രമാനുഭവങ്ങളാണ് എന്ന് പറയാം. എല്ലാം ഉണ്ട് എന്നറിയണത് ഞാനുള്ളത് കൊണ്ടാണ്. ഈ ഞാനിനെ അങ്ങോട്ട് ഒഴിച്ചു നിർത്തിയാൽ എന്തില്ല? ഒന്നുമേ ഇല്ല. പക്ഷേ ഇത് നമ്മളുടെ സ്ഥൂലബുദ്ധി കൊണ്ട് മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്ക് പ്രവചനം കേൾക്കുമ്പോഴോ ഇല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിക്കുമ്പോഴോ അനുഭവസ്ഥരുടെ അനുഭവങ്ങൾ വായിക്കുമ്പോഴോ ഒക്കെ അല്പനേരം ഇതിൻ്റെ ഒരു സ്ഫുരണം നമ്മുടെ ഉള്ളിൽ നിൽക്കും. ഇതിനെ സ്ഥായിയായിട്ട് നമുക്ക് നിലനിർത്തുവാൻ ഇല്ലെങ്കിൽ നമ്മുടെ ബോധചൈതന്യത്തെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെ ആണ് നമ്മളുടെ സാധനാബലം കാണിക്കേണ്ടത് എന്നാണ്. അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ എന്നുള്ള നാമം രൂപം പോലും എന്തുണ്ടാവും? ബോധം ഉണ്ടെങ്കിൽ ആരുള്ളൂ? കൃഷ്ണനുള്ളൂ. ഞാൻ കൃഷ്ണനെ കണ്ടു, ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. അവിടെ ആര് വേണം? ഗുരുവായൂരപ്പനുണ്ടായാൽ മാത്രം പോരാ, ഞാൻ വേണം, അല്ലേ? ഞാനാണ് അവിടെ പ്രസക്തി. അപ്പോൾ ഈ ഞാനിനെ കാണണം എന്നാണ്. അപ്പോൾ
ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വസുദേവർ അവതാരഘട്ടത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ ഇനി പ്രകടമാക്കി പറയുവാൻ മറ്റൊരു സന്ദർഭം നമുക്ക് കാണില്ല. ഇനിയൊക്കെ വേറെ തരത്തിലാണ് ചർച്ചകൾ. അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിൽ തുടർന്നുള്ള കൃഷ്ണലീലകളെ ചിന്തിക്കുമ്പോഴേ നമുക്ക് ഈ സത്യത്തെ ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ ബോധത്തെ മാറ്റി നിർത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രപഞ്ച അനുഭവം ഇല്ലെങ്കിൽ ഒരു പ്രപഞ്ച ദൃശ്യം എന്നുള്ളത് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിവേകമാണ്. അങ്ങനെയുള്ളവരെ എന്താ വിളിക്കുക? അബുധ. എന്താ വിളിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിക്കല്ലേ. അബുധ. ആരാണ് ബുധന്മാർ? അവിവേകികളായിട്ടുള്ളത്. തന്നെ മാറ്റി നിർത്തി പലതും ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകിൽ പോകണം. അതിൻ്റെ പുറകിൽ പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നത്. നല്ലവണ്ണം ആന്തരികമായി സസൂക്ഷ്മമായി നാം നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാനല്ലാതെ ഒരു സ്ഫുരണവും ഒരു സ്ഫൂർത്തിയും ഈ ലോകത്തില്ല. നാം അതിനെ വിട്ടിട്ട് വേറെ പലതും ഉണ്ട് എന്ന് കൽപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ബോധമില്ലെങ്കിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയും പിന്നീട് നമ്മൾ ബോധത്തെ മാറ്റി നിർത്തിയിട്ട് അത് ഉള്ളതാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ വീഴ്ച അല്ലെങ്കിൽ അവിവേകം. അപ്പോൾ ആ നിലയിൽ കൃഷ്ണൻ ഉൾപ്പെടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാം ബോധമയം എന്നതാണ് സത്യം. അപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ബോധമാണ് എന്നാണ്. അത് അവതരിക്കേണ്ട ആവശ്യമുണ്ടോ? അവതരിക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ അതിനെ വിസ്മയിക്കുമ്പോൾ അതിനെ ആ ബോധം നമുക്ക് കൊണ്ടുവരാൻ അതിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഭൗതികമായിട്ടുള്ള കാര്യമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം തന്നെ എന്നാണ്. അപ്പോൾ ബോധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഉറങ്ങിപ്പോയോ? പ്രദോഷമായിട്ട് ഉറങ്ങരുത്. ബോധം എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണൻ എന്നാണ്. അതുകൊണ്ടാണ് വസുദേവർ പറയുന്നത് ബോധസ്വരൂപനായ ഭഗവൻ അവിടുന്ന് നിഷ്ക്രിയനാണ്, യാതൊരു ക്രിയയുമില്ലാത്തവനാണ്. കൃഷ്ണന് ഒരു ക്രിയയുമില്ല. ആ കൃഷ്ണനെ തന്നെയാണ് ഒരുപാട് ക്രിയകൾ ഉള്ളവനായിട്ട് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് ക്രിയ ചെയ്യുമ്പോഴും തൻ്റെ ആ നിജസ്വരൂപത്തെ വിടാതെ നിരന്തരം ആ ബോധതലത്തിൽ രമിക്കുന്നവനാണ്. ഗോവർദ്ധനം എന്നുള്ള പർവ്വതെടുത്ത് കയ്യിൽ വെച്ചാലും വേണു തൻ്റെ ചുണ്ടിൽ വെച്ച് ഊതിയാലും ഗോപീ വസ്ത്രാപഹാരനായിട്ട് മാറിയാലും 16,108 വല്ലഭികളുടെ വല്ലഭനായി ത്രിലോകി ഗൃഹസ്ഥനായിരുന്നാലും ഭഗവാന്റെ ആ ബോധമായിട്ടുള്ള നിജബോധസ്ഥിതിക്ക് യാതൊരു മാറ്റവും. ഇതാണ് ഭഗവാൻ ഈ ലോകത്തിൽ അവതാരം കൊണ്ട് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വികാര വിചാരങ്ങളിൽ കൂടെ പോകുമ്പോഴും നാം അതിനെയൊക്കെ കണ്ടു നിൽക്കുന്ന നോക്കിക്കാണുന്ന ബോധമാണ് ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള പൂർണ്ണബോധത്തോടുകൂടി തൻ്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ ആരോ സവൈ ധീരഃ, അവനാണ് ധീരൻ. ഇതാരാ പറയണത്? ഇതാരാ സ്തുതിയപ്പോൾ പറഞ്ഞത്? വസുദേവരുടെ. വസുദേവരിപ്പോൾ എവിടെയാ? നൈമിഷാരണ്യത്തിലോ? മധുരയിലെ ഒരു കാരാഗൃഹത്തിൽ. അദ്ദേഹത്തിന് വ്യക്തിഗതമായിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ ദുഃഖമുണ്ട്. കല്യാണം കഴിഞ്ഞ് കതിർമണ്ഡപത്തിലേക്ക് എന്ന് ഇറങ്ങി അധികം വൈകാതെ എവിടെ കയറി? കാരാഗ്രഹത്തിലേക്ക്. ഇത് കണ്ടിട്ടാണോ ചിലർ കല്യാണം കഴിഞ്ഞാൽ കാരാഗ്രഹ എന്നൊക്കെ പറയണത്? കാരാഗ്രഹത്തിലേക്ക് കയറി അദ്ദേഹം. തീർന്നില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പല പ്രാഥമിക ആവശ്യങ്ങൾ പോലും കംസൻ നടത്തി കൊടുക്കുന്നില്ല. തീർന്നില്ല. 6 കുട്ടികൾ ഉണ്ടായി. 6 കുട്ടികളെയും കംസൻ തെറ്റിദ്ധരിച്ചും കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വധിച്ചു കളഞ്ഞു. എങ്ങനെ പ്രതികരിക്കും? നമ്മളുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും?
ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും യാതൊരു തളർച്ചയുമില്ലാതെ വിളർച്ചയുമില്ലാതെ മാനസികമായിട്ട് തകരാതെ അദ്ദേഹം ഈ നിജബോധസ്വരൂപനായ കൃഷ്ണനെ അപ്പോഴും കണ്ടുകൊണ്ടേയിരുന്നു. നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ജീവിതത്തിൽ നാം മുഖ്യമായി കരുതുന്ന എന്തെങ്കിലും, അത് ധനമാകട്ടെ, മിത്രമാവട്ടെ, കളത്രമാകട്ടെ, എന്തുമാവട്ടെ, ഏതെങ്കിലും ഒന്ന് നമ്മളിൽ നിന്ന് പ്രകൃതി എന്നുള്ളത് കർമ്മഫലം കൊണ്ടൊന്ന് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രതികരണം എന്താ? എന്തായിരിക്കും സ്വയം ചിന്തിക്കൂ. അപ്പോഴും തളരാതെ നിന്നു. അങ്ങനെ തളരാതെ നിന്ന് ബോധത്തിൽ നിന്ന് ലവലേശം ഒരു ചാഞ്ചല്യമില്ലാതെ, ഒരു ചലനമില്ലാതെ തൻ്റെ ബോധത്തെ ഉറപ്പിച്ച് നിർത്തിയ വസുദേവരുടെ സ്തുതിയാണ് മറന്നു പോകരുത്. ആ വസുദേവനാണ് പറയുന്നത് അവിടുന്ന് നിഷ്ക്രിയനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ അങ്ങയിൽ നിന്ന് യഥാർത്ഥത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരാദികൾ ഇതൊന്നും സാധ്യമല്ല. എങ്കിലും തൻ്റെ അധീനത്തിലിരിക്കുന്ന, ഭഗവാന്റെ അധീനത്തിലിരിക്കുന്ന ശക്തിയുടെ പേരാണ് മായ. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുകയും ഉള്ളത് ഇല്ല എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിവിശേഷമാണ് ഏത്? മായ എന്നുള്ളത്. അത് ആരുടെ അധീനത്തിലാണ്? ഭഗവാന്റെ അധീനത്തിൽ. അപ്പോൾ ഭഗവാനെ നമ്മൾ ആ ബോധ ചൈതന്യത്തിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ മായ പോലും നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നർത്ഥം. അപ്പോൾ തൻ്റെ അധീനരിക്കുന്നതായിട്ടുള്ള മായ കൊണ്ട് അവിടുന്ന് ഇഷ്ടപ്രകാരം ചെയ്യുന്ന ചെയ്തികളാണ് അവിടുത്തെ ഓരോ കർമ്മങ്ങളും എന്നാണ്. അതുകൊണ്ട് വസുദേവർ പ്രത്യേകം പറഞ്ഞു ഭഗവാനോട്, തൻ്റെ മുമ്പിലിരിക്കുന്ന ആ നീലമേഘ ശ്യാമളവർണ്ണനായിട്ട് സുസ്മേരവദനായിട്ട് നിൽക്കുന്ന ഭഗവാനോട് പറയുകയാണ്, അങ്ങ് ഇവിടെ വന്നു എന്ന് കേട്ടാൽ ആ കംസൻ ആയുധവും പിടിച്ചു പൊക്കിക്കൊണ്ട് വരും എന്നാണ്. അപ്പോൾ ഒരേ സമയം വസുദേവർ ഭഗവാന്റെ അവതാര രഹസ്യത്തെ മാറ്റിവെക്കണം എന്ന് നിർദ്ദേശിച്ചും കൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുകയും മറുവശത്ത് ആരാണ് തൻ്റെ മുമ്പിൽ ശോഭിച്ചും കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു എന്നാണ്. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണേ ഗ്രാഹ്യേ ഗുണൈഃ സന്നപിതൽ ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നതേ സർവസ്യ സർവാത്മന ആത്മവസ്തുന. നമ്മുടെയൊക്കെ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഓരോ പദാർത്ഥങ്ങളെയും, ജഡപദാർത്ഥങ്ങളെയും നമുക്ക് തിരിച്ചറിയാം. കണ്ണുകൊണ്ട് രൂപങ്ങളെ തിരിച്ചറിയാം, കാതുകൊണ്ട് ശബ്ദങ്ങളെ തിരിച്ചറിയാം, മൂക്കുകൊണ്ട് മണം തിരിച്ചറിയാം, ത്വക്കുകൊണ്ട് സ്പർശനം അറിയുക. ഇന്ദ്രിയങ്ങളെ കൊണ്ട് പദാർത്ഥങ്ങളെ മാത്രമേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുള്ളൂ. എന്നാൽ ഓരോ പദാർത്ഥങ്ങളിലും സമന്വയിച്ചിരിക്കുന്നതായിട്ടുള്ള ഈശ്വരൻ്റെ അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തിനെ ഈ ഇന്ദ്രിയങ്ങൾക്കൊന്നും അറിയാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് പദാർത്ഥങ്ങളെ അറിയാം, പക്ഷെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആരെ അറിയാൻ പറ്റില്ല? ഈശ്വര ചൈതന്യത്തെ അറിയാൻ സാധിക്കില്ല എന്നാണ്. കാരണം എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർമുഖമാണ്, പുറത്താണ് ഇരിക്കുന്നത്. പണ്ട് ആരോ പറഞ്ഞു, 2 കണ്ണുണ്ട്, ഒരു കണ്ണ് അകത്തേക്കും ഒരു കണ്ണ് പുറത്തേക്കും വെച്ച് എത്ര സൗകര്യമായിരുന്നു. ഈ പറയണ പ്രവചകന്മാരൊക്കെ പറയണതൊക്കെ അപ്പം വ്യക്തമാവില്ലേ? ശരിയല്ലേ? ഒരു കണ്ണ് പുറത്തുള്ളതൊക്കെ കാണട്ടെ, ഒരു കണ്ണ് അകത്തുള്ളത് കാണട്ടെ, എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് പിന്നെ ആലോചിക്കാം. ഇത് രണ്ടും ബഹിർമുഖമായിട്ട് വെച്ചു. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബഹുസ്വരതയാണുള്ളത്. എല്ലാത്തിനും ബഹിർമുഖമായിട്ട് കാണാനേ അവനക്ക് സാധിക്കുള്ളൂ. അതിനൊന്നും അന്തർമുഖ സമാരാധ്യനാകുവാൻ സാധ്യമല്ല. അല്ലെ, ലളിതാസഹസ്രനാമത്തിൽ അമ്മയെ വിളിക്കുന്നത് അന്തർമുഖ സമാരാധ്യയാണവൾ എന്നാണ്, ദേവി ശ്രീമാത. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ബഹിർമുഖങ്ങളായിട്ടുള്ള വസ്തുക്കളെ അറിയാം. പക്ഷേ
ഓരോ പദാർത്ഥങ്ങളിലും അന്തർലീനമായിട്ടിരിക്കുന്ന പരമാത്മാവിൻ്റെ ചൈതന്യത്തെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈശ്വരൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് ശ്രുതികളും സ്മൃതികളും ഉപനിഷത്തുകളും ഒക്കെ വേദങ്ങളൊക്കെ സംശയമന്യേ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നർത്ഥം. കാരണം എന്താ? കാണുന്നതൊന്നും സത്യമല്ല. കാഴ്ചകളൊക്കെ മാറും. ഈ കാഴ്ചകൾ ആരുടെയാ? കാണുന്നവൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാം ഈശ്വരനെ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അതുപോലും മനസ്സിൻ്റെ ഒരു കാപട്യമാണ് എന്നാണ് പറയണത്. അതുകൊണ്ട് ചില ഭക്തന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പുറമേ കാണിച്ച് വിഭൂതികൾ കാണിച്ച് എന്നെ വഞ്ചിക്കാമെന്ന് നീ കരുതരുത് എന്നാണ് പറയണത്. എനിക്കിവിടെ കിട്ടണം, എൻ്റെ ഉള്ളിൽ കിട്ടണം എന്നാണ്. അതാണ് സത്യം എന്ന് ചുരുക്കം എന്നാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം വസുദേവർ പറയുകയാണ്, പുറമേയുള്ളതായുള്ള വസ്തുക്കളെ കാണാം എന്നല്ലാതെ ഭഗവാനെ കാണാൻ സാധിക്കില്ല. എങ്ങും വ്യാപിച്ചിരിക്കുന്ന അനാവൃതത്വാൽ ബഹിരന്തരം നതേ സർവസ്യ സർവാത്മന ആത്മവസ്തുന, എങ്ങും നിറഞ്ഞിരിക്കുന്ന വിശ്വം വിഷ്ണുഹു എന്ന സഹസ്രനാമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എങ്ങും നിറഞ്ഞിരിക്കുന്ന വസ്തുവായിട്ടുള്ള അങ്ങയ്ക്ക് അകവും പുറവും ഇല്ല. സന്നിപത്യ സമുൽപാദ്യ ദൃശ്യന്തേ അനുഗത ഇവ പ്രാഗേവ വിദ്യമാനത്വാൻ ന തേഷാം ഇഹ സംഭവ. വസുദേവരുടെ സ്തുതികളിൽ മറ്റൊരു വാക്കാണ്. ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അതിൽ അനുഗതങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു. എന്നാൽ ഉൽപ്പത്തിക്ക് മുമ്പ് അഥവാ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനാൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അനുഗതങ്ങളാണ് ഇവ എന്ന് പറയുവാൻ ന്യായമില്ല. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് വസുദേവരുടെ ഭാഷ പിടികിട്ടില്ല. എങ്ങനെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മണ്ണുകൊണ്ട് കുടമുണ്ടാക്കി, എല്ലാവരും കേട്ട കഥയാണ്. 18 കൊല്ലം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും ഇല്ലേ? മണ്ണുകൊണ്ട് കുടം ഉണ്ടാക്കിയിട്ട് കുടത്തിൽ മണ്ണ് പ്രവേശിച്ചു എന്ന് പറയാൻ കഴിയുമോ? അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. മണ്ണുകൊണ്ട് എന്തുണ്ടാക്കി? പറയൂ. കുടമുണ്ടാക്കി. കുടമുണ്ടാക്കിയതിന് ശേഷം ഒരാൾ പറയുകയാണ്, കുടത്തിലേക്ക് മണ്ണ് കയറിയിരുന്നു. കുടത്തിലേക്ക് മണ്ണ് കയറിയിരുന്നതാണോ ശരി, അതോ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണെന്നുള്ളതാണ്? ഏതാ ശരി? അതിൻ്റെ ഉപാദാന വസ്തു ഏതാ? മണ്ണാണ് അല്ലേ? ഇതുപോലെ തന്നെ ഭഗവാനിൽ ഉറങ്ങിക്കിടന്ന ശക്തിവിശേഷത്തെ ഭഗവാൻ ഉണർത്തി ഈ ലോകത്തെ സൃഷ്ടിച്ചു. ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ അതിൽ കയറിയിരുന്നു എന്ന് പറയണോ? മണ്ണ് കുടത്തിൽ കയറിയിരുന്നു എന്ന് പറയണോ? ആശയം പിടികിട്ടിയോ? ഇല്ലെങ്കിലും തലയാട്ടു. അപ്പം ഇതുപോലെയാണ് എന്നാ പറയണത്. ഈശ്വരൻ എങ്ങുമുണ്ട് എന്നാണ് പറയുന്നത്. കാരണം മണ്ണ് കുടമായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതിന് മുമ്പുള്ള വസ്തുവാണ്. മണ്ണ് കുടമായപ്പോൾ ആ മണ്ണിനെ മാറ്റി നിർത്തിയിട്ട് പേരൊന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ അഹമേവാസമേവാഗ്രേ, ഭഗവാനെ ആദ്യം ഉള്ളൂ എന്നാണ് പറയണത്. ബാക്കി അതിന് ശേഷമുണ്ടായവയാണ്. അപ്പോൾ ഭഗവാൻ അതിലേക്ക് പ്രവേശിക്കല്ല, ഭഗവാൻ തന്നെയാണ് അത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം എന്നർത്ഥം. സ്വർണം കൊണ്ട് മനോഹരമായൊരു മാലയുണ്ടാക്കി, സ്വർണം മാലയിൽ കയറിയിരുന്നു, സ്വർണം കമ്മലിൽ കയറിയിരുന്നു, സ്വർണം വളയിൽ കയറിയിരുന്നു, സ്വർണം അരഞ്ഞാണത്തിൽ കയറിയിരുന്നു, സ്വർണം പാദസ്വരത്തിൽ കയറിയിരുന്നു, സ്വർണം മോതിരത്തിൽ കയറിയിരുന്നു എന്നൊക്കെ പറയുമോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കും അല്ലേ? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നാണ്. ഈ ഉദാഹരണങ്ങൾ ഈ തത്വത്തെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പറയുന്നത് ഭഗവാൻ എന്തോ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്
നരസിംഹം തൂണിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നത് പോലെ ഈശ്വരൻ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയിരുന്നു എന്നൊക്കെയുള്ള തോന്നലുകളാണ്, ഈ മിഥ്യയായിട്ടുള്ള ധാരണകളാണ്. ഭഗവാൻ തന്നെയാണ് ഇത് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഭഗവാന്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ത്വമസ്യ ലോകസ്യ വിഭോരിരിക്ഷിഷുർ ഗൃഹേവതീർണോസി മമാഖിലേശ്വര രാജന്യസംജ്ഞാസുരകോടിയൂഥപൈ നിർവ്യൂഹ്യമാന നിഹനിഷ്യതേ ചമൂ. അഖിലേശ്വര, ഹേ വിഭു, അഖിലേശ്വര, അങ്ങ് ഈ താൻ തന്നെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഗൃഹേവതീർണോസി, എൻ്റെ ഗൃഹത്തിൽ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്തിനാണ്? രാജന്യസംജ്ഞാസരകോടിയൂഥപൈഹി, ലോകത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള രാജാക്കന്മാർ എന്ന് പേര് മാത്രമുള്ള അസുരന്മാരുടെ കൂട്ടത്തെ ദുഷ്ടസൈന്യങ്ങളോടുകൂടി നിശ്ചലമായിട്ടും സംഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. രാജാവാണ് എന്നുള്ള പേരിൽ ഭൂമിക്ക് ഭാരമായിട്ട് വന്നിരിക്കുന്നു. പൂന്താനത്തിൻ്റെ 108 ഹരി എന്നുള്ള ആ ഒരു കീർത്തനത്തിൽ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഭൂമി തൻ ഭാരം കളവതിനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണഹരി ദേവകളൊക്കെയും പ്രാർത്ഥിച്ചത് നിരസിച്ച് ദേവകിയിൽ വന്നു പിറന്ന കൃഷ്ണഹരി. ദേവകളിലൊക്കെ പ്രാർത്ഥന അനുസരിച്ച് ദേവകിയിൽ വന്ന് അവതരിച്ചവനെ എന്നൊക്കെ ഭഗവാന്റെ മഹിമകളെ, ഗുണങ്ങളെ കീർത്തിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്നുള്ളത്, ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വസുദേവർ ഭഗവാനെ കണ്ട മാത്രയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടുത്തെ അവതാരോദ്ദേശം എന്താ? വസുദേവരുടെ ദുഃഖം തീർക്കുക എന്നുള്ളതല്ല, ദേവകിയുടെ ദുഃഖം തീർക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഭൂമി തൻ ഭാരം കളവതിനായിട്ടു രാജന്യ സംജ്ഞാസുര കോടിയൂഥപൈഹി നിർവ്യൂഹ്യമാന നിഹനിഷ്യതേ ചമു. ദുഷ്ട സൈന്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ദുഷ്ടരാജക്കന്മാർ, അവർ രാജക്കന്മാർ എന്നുള്ള ലേബലിൽ ഭരിക്കുകയാണ്. രാജക്കന്മാരുടെ ഭരണം ഏത് രീതിയിലായിരിക്കണം? ധർമാനുസൃതമാവണം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഇതിനു മുമ്പ് തുടർന്നുള്ള സ്കന്ധങ്ങളിലൊക്കെ മാതൃകാ പുരുഷോത്തമന്മാരായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങൾ രാജാക്കന്മാരായിട്ട് അവതരിച്ച കഥകളുണ്ട്. വളരെ അതിൽ പ്രസിദ്ധമായ ഒരു കഥാഭാഗമാണ് പൃഥുവിൻ്റെ ചരിത്രം. എങ്ങനെയായിരിക്കണം ഒരു രാജാവ്, എന്തായിരിക്കണം ഒരു രാജാവിൻ്റെ ഭരണസമ്പ്രദായം, എങ്ങനെയായിരിക്കണം ഒരു രാജാവ് ജനങ്ങളോട് ഇടപഴകേണ്ടത് എന്നുള്ളതൊക്കെ വിസ്തരിച്ച് കാണിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള മുൻ തലമുറയിലുള്ള ഭഗവാന്റെ അവതാരങ്ങളാകുന്ന ആ നല്ല അവതാരങ്ങളെ മറന്ന് ഭൂമിക്ക് ഭാരമാവുകയാണ്. ഭൂമിക്ക് ഭാരമാകുന്നവരെയാണ് ഭഗവാൻ തീർക്കുക. എന്താ ഉദ്ദേശം? നമ്മൾ ആരും എന്തായി തീരരുത്, ഒരു ഭാരമായിട്ട് തീരരുത് എന്നാണ്. ചില സമയത്ത് നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ കേൾക്കുന്ന, ഞാൻ നിനക്ക് വലിയ ഭാരമായോ? ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും മാതാപിതാക്കളോട്, ഞങ്ങൾ വല്ല ഭാരമായോ എന്ന്. അപ്പോഴെങ്കിലും ഭാഗവതത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ആരും ഭാരമാകരുത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇതിനു ശേഷം ദേവകി ഭഗവാനെ സ്തുതിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 6 മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി. രൂപം യൽത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ
വിഷ്ണു അധ്യാത്മദീപ സത്വം സാക്ഷാൽ വിഷ്ണു അധ്യാത്മദീപ. ദേവകി ആനന്ദക്കണ്ണീരൊഴുക്കി. അതാണ് 6 മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖത്തിൻ്റെ കണ്ണീരല്ല അവിടെ. ഈ 6 മക്കൾ നഷ്ടപ്പെട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ഈ അവതാര തിരുസ്വരൂപത്തെ തനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പാകത വരുത്തുവാൻ, പക്വത വരുത്തുവാൻ വേണ്ടിയിട്ട് എന്നാണ്. എന്തിനാണ് ഈശ്വരൻ നമുക്കൊക്കെ ദുഃഖങ്ങൾ തരുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുക. ഈശ്വരൻ ക്രൂരനായതുകൊണ്ടോ നമ്മൾ കുറേ കണ്ണീരൊലിപ്പിക്കുന്നത് കാണണം വേണ്ടിയിട്ടോ അതിനൊന്നുമല്ല. നമ്മൾ ഭഗവാനിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം? പാകമാവണം. അരിയിട്ട് വെള്ളത്തിന് നല്ലോണം തിളപ്പിക്കും. അരിയോട് നമുക്ക് വല്ല ദേഷ്യം ഉണ്ടായിട്ടാണോ? ഇപ്പം കാണിച്ചു തരാം. ഗ്യാസ് മുഴുവൻ അങ്ങോട്ട് വച്ചിട്ട് അതിനെങ്ങനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. എന്ത് വേണ്ടിയിട്ടാ? പാകതം ആവണല്ലേ. പാകമായാലോ നമുക്കെടുക്കാം, ആസ്വദിക്കാം. അല്ല, ആ പാകതയാണ് എൻ്റെ ആവശ്യം. ഇതുപോലെ ഈശ്വരൻ മിഴിനീരിലിട്ടുമുക്കുന്നു ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തേതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ. സ്വർണ്ണപ്പണിക്കാരൻ സ്വർണമൊന്ന് പഴിപ്പിക്കും, അല്ലേ, തീയിൽ വയ്ക്കും, അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കും, അത് കഴിഞ്ഞാൽ ചെറിയ ചുറ്റിയ വെച്ച് അടിക്കും. പണിക്കാരന് വല്ല ദേഷ്യമുണ്ടായിട്ടാണോ? അല്ലേ അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ മാലിന്യങ്ങളെല്ലാം പോയി അത് നല്ലൊരാഭരണമാവും. നല്ല ആഭരണം വരുമ്പോഴോ അതിൻ്റെ മൂല്യം വർദ്ധിക്കും. ഒരു നല്ല ആഭരണത്തിൻ്റെ മൂല്യവർദ്ധനയ്ക്ക് എന്തൊക്കെ കാരണമായി? അഗ്നി കാരണമായി, വെള്ളത്തിലുള്ള മുക്കി ശ്വാസം മുട്ടിക്കൽ കാരണമായി, അടിക്കൽ കാരണമായി, ഇല്ലേ? ഇതേപോലെ മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ഇടയ്ക്ക് ഈശ്വരൻ നമ്മളോട് സ്നേഹം അങ്ങോട്ട് കൂടുമ്പോൾ ദുഃഖങ്ങൾ തരും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഈശ്വരൻ എത്ര പ്രാവശ്യം നമ്മളിൽ അവതരിച്ചിട്ടുണ്ട്. എനിക്ക് ദുഃഖത്തിന് ഒരു കുറവുമില്ല, എനിക്ക് ധാരാളം തന്നിരിക്കുന്നു എന്നാണ്. ഇതൊക്കെയാണ് കുന്തിദേവി നമ്മളെ പ്രഥമസ്കന്ധം മുതൽ നമ്മളെ ഓർമ്മിപ്പിച്ച് നമ്മളെ പാകത വരുത്തുന്നതെന്നാണ്. എന്ത് തന്നാലും അത് ഭഗവാൻ തന്നതാണ് എന്നുള്ള ഉറപ്പിക്കാൻ സാധിച്ചാൽ ഈ ബോധം എന്നുള്ളത് പിന്നെ ചലിക്കപ്പെടുകയില്ല എന്നാണ് പറയണത്. ഇത് മറ്റൊന്നിൻ്റെ കീഴിലേക്ക് പോവുകയില്ല. ബുദ്ധിയുടെയോ മനസ്സിൻ്റെയോ പ്രാണൻ്റെ സ്പന്ദനങ്ങളിലോ പോലും അത് അടിമയാവില്ല. ഈ ബോധസ്വരൂപത്തെ കാണണമെന്നാണ്. അതുകൊണ്ടാണ് ദേവിക പറയുന്നത് അങ്ങ് ബ്രഹ്മസത്യമാണ്, അങ്ങ് ബ്രഹ്മതത്വമാണ് എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾക്ക് ഗോചരമാകാത്ത, പിടികിട്ടാത്തതായിട്ടുള്ള ഖണ്ഡമില്ലാത്ത അഖണ്ഡമായിട്ടുള്ള ബോധതത്വമാണ് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങൾ വേർപെടുത്തുന്നതിന് മുമ്പുള്ള സത്യം അങ്ങാണ്. അതാണ് ഭാഗവതത്തിൻ്റെ തുടക്കം മുതലുള്ള ഏത് സത്യം? സത്യം പരം ധീമഹി, ആ പരമമായ സത്യം. അപ്പോൾ ഭാഗവതത്തിൻ്റെ ആദ്യം മുതൽ പറഞ്ഞ അതേ ആശയം ഓരോരോ സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമ്മൾ കൃഷ്ണാവതാരത്തിൻ്റെ ആ സ്തുതി വർണ്ണിക്കുന്ന ഈ ഘട്ടത്തിലും ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. ഉണ്ട് 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 സ്വയം പ്രകാശമായിട്ടുള്ള വസ്തു. ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം. നിർഗുണമാണ്, നിർവികാരമാണ് എന്നാണ്. നിർവികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വികാരവും ഇല്ലാത്തത്. അങ്ങനെയാണോ? ഒരു നിർവികാരമായിട്ട് ഇനി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വികാരവും ഇല്ല എന്നല്ല അർത്ഥം. പദത്തിൻ്റെ അർത്ഥം പെട്ടെന്ന് കേൾക്കുമ്പോൾ വികാരമില്ലാത്തതെന്ന് തോന്നും. നിർവികാരം എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾക്ക് അതീതമായിട്ടവൻ എന്നർത്ഥം. ഏതൊക്കെയാ ഗുണങ്ങൾ? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. തിരിച്ചു പറയണോ? പറയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മളിലൊക്കെ ഇതുണ്ട് അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ സത്വഗുണം, 8:30-9 മണിയാകുമ്പോഴേക്കും രജോ ഗുണം, ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുന്ന കേൾക്കാൻ തുടങ്ങിയ തമോ ഗുണം, പിന്നെ രജോ ഗുണം. ഇങ്ങനെ ഗുണങ്ങളുടെ ക്ഷോഭങ്ങൾ നടക്കും.
എപ്പോഴും ഈ ഗുണങ്ങളുടെ ക്ഷോഭമുണ്ട്. ഏതെങ്കിലും സമയത്ത് ഈ ഗുണക്ഷോഭങ്ങൾ അതീതമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നും ഈ അഖണ്ഡമായ ബോധസ്വരൂപത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഒരു കുഞ്ഞ് അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ തന്നെ നാമാകുന്ന ഓരോ വ്യക്തിത്വങ്ങളും പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമാകുന്ന ചൈതന്യത്തിനോട് ചേർന്നിരിക്കുന്നുണ്ട്. കുഞ്ഞമ്മയുടെ അടുത്തിരിക്കുന്നത് പോലെ തന്നെ നിർവികാരത, ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥ, സുഖമായി ഉറങ്ങി എന്നുള്ളൊരവസ്ഥ ഉണ്ടല്ലോ ഇല്ലേ? പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് തന്നെ എന്താ? ഉറക്കമില്ല സാറേ ആണ് അല്ലേ? അതുകൊണ്ട് ഉറക്കത്തിന് വല്ലതും ഒന്ന് എഴുതി തന്നാൽ ഉറങ്ങിയാൽ മതി, വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, ഉറങ്ങിയാൽ മതി എന്നാണ്. ഉറക്കമില്ലാത്ത അവസ്ഥ വരട്ടെ, അപ്പം മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഭാഗവതമൊക്കെ കേട്ടാൽ നല്ലോണം ഉറക്കം വരും എന്നൊക്കെ പറയാൻ കാരണം. അതുകൊണ്ട് ഭാഗവതം കേട്ട് ഉറങ്ങിയാൽ പോലും ഒന്നും പറയാൻ തോന്നാറില്ല. കാരണം അതെങ്കിലും പറ്റുന്നുണ്ടല്ലോ. മുചുകുന്ദൻ ഉറങ്ങുവാൻ വരം മേടിച്ച് ഉറങ്ങിയ ആളാണ്. അദ്ദേഹത്തെ ഉണർത്തി അനുഗ്രഹം കൊടുത്ത ആളാണ് ഈ ബോധ ചൈതന്യം കൃഷ്ണൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? അതുകൊണ്ട് ഉറക്കമില്ലാത്തവരെ വരൂ, കേൾക്കൂ ഭാഗവതം, കേട്ടുകൊണ്ടേയിരിക്കൂ ഭാഗവതം എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിർവികാരം, വികാരമില്ലാത്തവെന്നല്ല, എല്ലാ വികാരങ്ങൾക്കും അതീതമായവൻ എന്നർത്ഥം. രജോ ഗുണത്തിന്, തമോ ഗുണത്തിന്, സത്വഗുണത്തിനൊക്കെ അതീതമായിട്ട് വർത്തിക്കുന്ന നിർവികാരമായിട്ടുള്ള പരമകാരണമാണ് എന്നാണ്. ശുദ്ധമായ ഉണ്മ, രണ്ടില്ലാത്തത്, കളങ്കം എന്നുള്ളത് ഒരിക്കലും പുരളാത്തത്, ബ്രഹ്മജ്യോതി, നിർഗുണം, നിർദ്വയം, നിർവികാരം, സത്താമാർത്ഥം, നിർവിശേഷം, നിരീഹം, സാക്ഷാൽ വിഷ്ണു അധ്യാത്മദീപ. എല്ലാവരുടെ ഉള്ളിലും ഞാനുണ്ട്, 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 ഞാനുണ്ട് എന്ന് പ്രകാശിക്കുന്നതാണ് ആധ്യാത്മിക ദീപം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാനില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ ഞാൻ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമേ. ഇടയ്ക്ക് നമ്മളുടെ ഉള്ളിലെ ഗുണങ്ങളുടെ ക്ഷോഭ അനുസരിച്ച് ഈ ഞാനിന് അടി കിട്ടും. അപ്പോഴൊക്കെ നമ്മുടെ ഇങ്ങോട്ട് ക്ഷോഭമായിട്ട് ഇങ്ങനെ വരിക. എന്നെ അങ്ങനെ പറയാൻ പാടുമോ എന്നാണ്. ഞാൻ എന്തൊരു സാധനമാണ്, അതുകൊണ്ട് എന്നെ അങ്ങനെ പറയാൻ പാടില്ല. ഈ ഞാനിനാണ് കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഉള്ളിലെ മർമ്മം. അതുകൊണ്ട് അതിനെ കണ്ടുപിടിക്കണം എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എന്നാണ് പറയണത്. എങ്ങും നിറഞ്ഞതായിട്ടുള്ള അവിടുന്ന് ഇന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ മുഴുവൻ നായകനായ അവിടുന്ന്, അനന്തകോടിയായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്നതായ അവിടുന്ന്, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ താങ്ങി നിൽക്കുന്നതായിട്ടുള്ള മഹാശക്തിയായിട്ടുള്ള അവിടുന്ന് ഇന്ന് ഈ ദേവകിയുടെ ഗർഭത്തിൽ വന്ന് പിറന്നു എന്ന് പറഞ്ഞാൽ ഇത് അത്ഭുതമല്ലാതെ, മായയല്ലാതെ, മായാഭ്രമമല്ലാതെ മറ്റെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ബോധസ്വരൂപമാണ് ഈ കൃഷ്ണൻ എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. കൃഷ്ണൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ആകർഷിക്കുന്നവൻ എന്ന് മാത്രം പറഞ്ഞാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ കൃഷി ശബ്ദത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്നർത്ഥം. അത് നമ്മുടെ ഉള്ളിൽ എങ്ങനെ പ്രകാശിക്കുന്നു? ഞാൻ 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 ഞാൻ. അപ്പോൾ ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധ്യാത്മിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബോധമയമായ കൃഷ്ണനെയാണ്. പക്ഷേ അജ്ഞാനം, അവിവേകം ബാധിച്ച നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ എവിടേക്ക് പോകും? കയ്യേ ഈ ശരീരത്തിലേക്ക് വരും. ഞാൻ ഈ കാണുന്ന ശരീരമാണ്. ആണോ? ശരീരം ഒരിക്കലും ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരീരം ഞാൻ എന്ന് പറയുന്നില്ല. ശരീരത്തെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയും എന്ത്? ഞാൻ ഞാൻ എന്ന്. അപ്പം ശരീരം ഒരു ഉപകരണമാണ്. പ്രകൃതി നമുക്ക് അണിയിച്ചൊരുക്കി തന്നതായ ഒരു ഉപകരണം മാത്രമേ എന്തുള്ളൂ? ഈ ശരീരമുള്ളൂ. അതുകൊണ്ടാണ് ഈ ശരീരത്തിനെ ആസ്പദമാക്കി നമ്മൾ നിർണയങ്ങൾ ചെയ്യാതിരിക്കുക. അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല എന്നുള്ളതെല്ലാം ശരീരനിർണയത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഇനി ശാരീരികമായിട്ട് നമുക്കെല്ലാവർക്കും തുല്യത കൊണ്ടുവരാൻ പറ്റില്ല.
പറ്റുമോ? ഇല്ല. ഏത് തലത്തിലേ നമുക്ക് തുല്യത എന്നുള്ളത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഒരൊറ്റ കാര്യത്തിൽ, ഞാൻ എന്നുള്ള ബോധത്തിൽ മാത്രം. അതുകൊണ്ടാണ് ബോധമയമായി ഈശ്വരനെ കാണണം എന്ന് പറയാൻ കാരണം. കൃഷ്ണാവതാരത്തിൻ്റെ അവതാരസ്തുതിയുടെ അവതാര സന്ദേശം ഇതാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. മറന്നുപോയാൽ നേരത്തെ പറഞ്ഞ പോലെ അവിവേകത്തിന് അടിമപ്പെട്ടു. നമ്മൾ പലതിലേക്കും മോഹിച്ചു പോവുകയാണ്. അപ്പോൾ ദേവകിയും വസുദേവരും തൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാന്റെ ആ അതിദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ കണ്ട് സ്തുതിച്ചു. ഇത് ഇവിടുത്തെ യഥാർത്ഥമായ ഭാവമല്ല, അനുഗ്രഹിക്കാൻ വേണ്ടി ഈശ്വരൻ സ്വേച്ഛയാ സ്വീകരിച്ചതായിട്ടുള്ള. അതാണ് നമ്മളുടെയും ഈശ്വരനെയും തമ്മിൽ വ്യത്യാസം. ഈശ്വരൻ അവിടുത്തെ കളിക്ക് വേണ്ടി സ്വേച്ഛയാ സ്വീകരിക്കണു, നമ്മളോ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഭോക്താവായിട്ട് വരിക. അവിടെ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിക്കണം എന്നേ വരൂ എന്ന് പറയുന്നത്, ചൊല്ലുന്നത് അതുകൊണ്ടാണ്. ഭഗവാൻ സ്വേച്ഛയായിട്ട് വരുന്നു, നാം കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നു. ആയതിനാൽ നാം ഏവരും ഈ സത്യത്തെ തിരിച്ചറിഞ്ഞും കൊണ്ട് ഉണ്മയോടുകൂടി ജീവിക്കുക. അതാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് നൽകുന്ന അവതാര സന്ദേശം. ഇവിടെ അവതാരത്തിൻ്റെ ഉത്സവങ്ങൾ ഇല്ലെങ്കിൽ ആഘോഷങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി മുൻവർഷങ്ങളിലെന്ന പോലെ പതിവ് പോലെയുള്ള ഇവിടുത്തെ ചടങ്ങുകളിൽ എല്ലാവർക്കും പങ്കെടുക്കാം. അനുവദിച്ചതായിട്ടുള്ള സമയം എന്നുള്ളത് ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്തായാലും ഇവിടെ ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ പറഞ്ഞു, നിങ്ങൾ ഇതിന് മുമ്പുള്ള ജന്മത്തിൽ പൃഷ്ണിയും സുതപസ്സുമായിരുന്നു, പിന്നീട് അതിഥി കശ്യപന്മാരായി ഇപ്പതാ ദേവകി വസുദേവന്മാരായിട്ട് പിറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്ന ഒരു മുഖ്യമായ ഭഗവാന്റെ തിരുമൊഴിയുണ്ട്, അവതാരമൊഴി എന്നാണ് അത് പറയുന്നത്. ആ അവതാരമൊഴി പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രഭാഷണത്തിൽ നിന്ന് പിൻവാങ്ങാം. പൂർവജന്മസ്മൃതി ഭഗവാൻ അവർക്ക് കൊടുത്തു. ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് പൂർവജന്മസ്മൃതി വന്നു എന്നർത്ഥം. അവരോട് ഭഗവാൻ പറയണത് എന്താ? യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃൽ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യഥേ മദ്ഗതിം പരാം. യുവാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും, അച്ഛനോമാര്, നിങ്ങൾ ദേവകി വസുദേവന്മാര്, മാം എന്നെ, പുത്രഭാവേന പുത്രരൂപത്തിലും, അസകൃത് ബ്രഹ്മഭാവേന ച കൂടെ ബ്രഹ്മമാണ് എന്നുള്ള ഭാവത്തിലും, ചിന്തയന്തോ കൃതസ്നേഹോ ചിന്തിച്ച് സ്നേഹിക്കണമെന്നാണ്. പുത്രഭാവേന കൃതസ്നേഹോ. കുട്ടികളെ നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുക? എൻ്റെ കുട്ടികൾ എന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തം കുട്ടിയായിട്ട് കണ്ടും കൊണ്ട് സ്നേഹിച്ചോളൂ. പക്ഷെ എന്ത് വേണം? ബ്രഹ്മഭാവേന ചിന്തയന്തോ. ബ്രഹ്മഭാവത്തിൽ പറയൂ, ചിന്ത വേണം എന്നർത്ഥം. ചിന്തിക്കണം. ചിന്തിക്കാനുള്ള നമ്മളെ കഴിവ് നഷ്ടപ്പെടുത്തരുത്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ നമ്മുടെ ആ ശക്തി കുറയും. വിചാരശീലം വർത്തണം എന്നാണ്. ബ്രഹ്മഭാവേന ചിന്തയന്തോ, ബ്രഹ്മഭാവേന ചിന്തയന്തോ, ബ്രഹ്മഭാവത്തിൽ കാണണം. അപ്പം എന്തുണ്ടാവും? പരാം മദ്ഗതിം യാസ്യേതേ. അങ്ങനെയായാൽ ബ്രഹ്മപ്രാപ്തി തന്നെ നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ്. നിങ്ങൾ രണ്ടുപേരും പുത്രരൂപത്തിലും കൂടെ ബ്രഹ്മഭാവത്തിലും കണ്ട് എന്നെ സ്നേഹിക്കണം. അങ്ങനെയായാൽ പരമപ്രാപ്തി സാധ്യമാകും എന്നാണ്. യാസ്യേതേ മദ്ഗതിം പരാം. പരമമായ എൻ്റെ ഗതി നിങ്ങൾക്ക് ലഭിക്കും. ആർക്ക്? അച്ഛനമ്മമാർക്ക്. എന്താണ് ഈ പരമമായ ഗതി? അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മമാണ് ഞാൻ എന്ന ഗതി.
ഞാൻ ബ്രഹ്മമായതുകൊണ്ട് പരമകാരണമെന്നുള്ള നിലയിൽ ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല, ഉണ്ടായിരിക്കുകയില്ല, ഉണ്ടായിരിക്കാൻ സാധ്യതയുമില്ല എന്നാണ്. അപ്പോൾ ഭാഗവതം പറയുന്ന സർവം ബ്രഹ്മമയം എന്നുള്ള സമദർശനം ഇവിടെ ഉണ്ടാകുന്നു. എല്ലാം ബ്രഹ്മമയം. എന്താണ് പറയുക? എല്ലാം സർവം ബ്രഹ്മമയം. എല്ലാം ബ്രഹ്മമയമായിട്ട് കാണും. വാക്കിൽ മാത്രം ഒതുങ്ങിയെന്നാ പോരാ. പണ്ട് ആരോ കഥയിൽ പറഞ്ഞ പോലെ ആന ഓടി വരണ കണ്ടപ്പോൾ ബ്രഹ്മമയം എന്ന് പറഞ്ഞ് നിന്നു. ആനയുടെ മുകളിൽ ആനക്കാരൻ മാറാൻ പറഞ്ഞു. അതിനെ ബ്രഹ്മമായിട്ട് കണ്ടില്ല. ആനയ്ക്ക് ഇയാളെ ബ്രഹ്മമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് പിടിച്ചെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 10 മാസം ആശുപത്രി കിടന്നു. തിരിച്ചു വന്നു. നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം ബ്രഹ്മാണെന്ന്? ഈ ബ്രഹ്മത്തിന് ആ ബ്രഹ്മത്തിന് മനസ്സിലായില്ല. ഗുരു എല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ആനയുടെ മുകളിലൊരു ബ്രഹ്മൻ ഉണ്ടായിരുന്നു, ആനക്കാരൻ എന്നുള്ളൊരു ബ്രഹ്മൻ. ആ ബ്രഹ്മം എന്താ പറഞ്ഞത് കേൾക്കാഞ്ഞേന്ന്. അപ്പോൾ ബുദ്ധിതലത്തിൽ നാം എല്ലാം ബ്രഹ്മമയം എന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ. അതിനപ്പുറത്തേക്കും ചിലതിനെ ബ്രഹ്മമായിട്ട് കാണുക, ചിലതിനെ ബ്രഹ്മമായിട്ട് കാണാതിരിക്കുകയല്ല. അതിനാണ് അവിടെ ഒരു ഉപയോഗിച്ച പദം സർവം. എന്താ പറഞ്ഞേ? സർവം എന്നാ പറയണത്. അപ്പോൾ ഇവിടെ അസത്തുണ്ടാവും. ആ അസത്തിനെ എന്തായിട്ട് കാണണം? അതും സർവത്തിൽ പെടും. അസത്ത് എങ്ങനെയാ സർവാവുക? മാറ്റി നിർത്തട്ടെ, അത് പറ്റില്ല. അങ്ങനെയല്ല. എല്ലാം സർവം എന്ന് പറഞ്ഞാൽ സത്തും അസത്തും തിന്മയും നന്മയും എല്ലാം ചേർന്നതായിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മക്കൾ, ഇതെല്ലാം വെറും സങ്കല്പപൂർണമായിട്ടുള്ള മിഥ്യയായ ഭ്രമങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാവും. ഏത്? ഈ സർവം ബ്രഹ്മമയം എന്ന് ഉറച്ചു കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ്. അപ്പോൾ പരമസത്യം എന്താണ് എന്ന് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഉള്ളിലുണ്ടാകേണ്ട ഭാവം ഇതാണ് എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഗൃഹസ്ഥാശ്രമികളാകും. നമുക്ക് ഈ ലോകത്തിനോട് ഇടപെടണം, തൊഴിലിനോട് ഇടപെടണം, സുഹൃത്തുക്കളോട് ഇടപെടണം. പലതിനോടും ഇടപെടുമ്പോൾ ഇടപെട്ട് അതൊക്കെ സത്യമായിട്ട് തോന്നരുത്. അത് എൻ്റെ വേഷം കൊണ്ട്, കർമ്മം കൊണ്ട് വന്ന് ചേർന്നതാണ്. ഇതെല്ലാം ബ്രഹ്മമയം എന്ന് കൂടെ ഭാവന ചെയ്യണം എന്നാണ്. ഇത് എല്ലാ അച്ഛനമ്മമാർക്കും ഇവിടെയൊക്കെ ജീവിതത്തിൽ ആ നിലയിലെത്തിയവരാണ് പലരും, അല്ലേ? അച്ഛനമ്മമാരിലെ കൂടുതലിരിക്കുന്നത്. എല്ലാ അച്ഛനമ്മമാരോടുമുള്ള നിർദ്ദേശമാണ്, ബോധമില്ലെങ്കിൽ ഒരു വ്യക്തിയില്ല, ബോധമില്ലെങ്കിൽ ഒരു ബന്ധുവില്ല. അതുകൊണ്ട് നാമരൂപങ്ങൾ ഇവിടെ പലതായിട്ടുണ്ടെങ്കിലും ബന്ധങ്ങളൊക്കെ നാം കൽപ്പിച്ച് സംസാര ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽപ്പെട്ട് ഉഴലാതിരിക്കുവാൻ ഒരേ ഒരു മാർഗം, എല്ലാവരും സർവം ബ്രഹ്മമയം എന്നുള്ള ആ സത്യചിന്ത നമുക്ക് പിടികിട്ടണം എന്നാണ്. യാസ്യേഥേ മദ്ഗതിം പരാം. യാസ്യേതേ മദ്ഗതിം പരാം. ആ മദ്ഗതി, പരമമായ മദ്ഗതി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് ഈ അവതാരം കഴിഞ്ഞ് ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നാം വിശ്രമവേളയിലേക്ക് പോകുമ്പോൾ മനനം ചെയ്യേണ്ട ഏറ്റവും വലിയ മഹാവാക്യമാണ് ഇത്. ഏത്? യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൽ ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. യാസ്യേതേ മദ്ഗതിം, ഭഗവത്ഗതി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യുവാം മാം, നിങ്ങൾ എന്നെ കൂടെ ചിന്തിക്കൂ. എങ്ങനെ? സർവം ബ്രഹ്മമയം. എന്നെല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. സർവം വീണ്ടും ആ നാദത്തേക്കാൾ കൂടുതൽ സർവം ബ്രഹ്മമയം. ഇതിങ്ങനെ ഉറച്ചു പോയി കഴിഞ്ഞാൽ അവസാനത്തിൽ എന്തേ പറയൂ? അന്തേ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ആ നാരായണ സ്മൃതി വരുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പോൾ ആ ബ്രഹ്മഭാവം വരും.
നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കെട്ടിയ ഈ വേഷങ്ങളെല്ലാം അഴിച്ചു വയ്ക്കും. ശരീരത്തിലെ അഗ്നി അഗ്നിയിലേക്ക് പോകും, ശരീരത്തിലെ ജലം ജലതത്വത്തിലേക്ക് പോകും. ഓരോ ഭൂതങ്ങളുണ്ടല്ലോ, അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ മാത്രകൾ വിട്ട് അതിൻ്റെ മൂലത്തിലേക്ക് പോകും എന്നാണ്. മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ അഗ്നിതത്വം, ജലതത്വം, വായുതത്വം, ആകാശതത്വം, ഇതൊക്കെ ഇത് വിട്ട് 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 അതിൻ്റേതായിട്ടുള്ള എവിടുന്നാണോ വന്ന് അതിലേക്ക് തന്നെ പോകും. ഇങ്ങനെ അഴിച്ച് വരുമ്പോഴോ ഒന്നുമില്ലാണ്ടാവും. അവസാനം ഇറങ്ങിപ്പോണത് വായു. പിന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ വേഷം അഴിച്ചു വെക്കേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഈ ബോധം നമ്മുടെ ഉള്ളിൽ നിരന്തരം ഉറപ്പിക്കണം. നാളെ നമ്മൾ പറയാൻ ഇടവരരുത്, എനിക്ക് പഴയ പോലെ ഓർമ്മയില്ല, കേട്ടതൊന്നും ഓർമ്മയില്ല, ഒക്കെ വിട്ടുപോയി, എത്ര കേട്ടേക്കണതാ ഞാൻ. അത് പറയരുത്. കാരണം എന്താ? ബുദ്ധിയെ കൊണ്ട് നമ്മൾ ഭ്രമിപ്പിച്ചു കഴിഞ്ഞാൽ ബോധമാണ് സത്യമെങ്കിലും അത് വേണ്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണരില്ല. വേണ്ട സമയത്ത് നമ്മുടെ ഉള്ളിൽ നിരന്തരമായിട്ട് അത് പ്രകാശിക്കണമെങ്കിൽ ഇത് ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാനാണ് മഹാ ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, ഗുരുജനങ്ങൾ നിരന്തരം നമ്മുടെ ഉള്ളിലേക്ക് ഇതിൻ്റെ പ്രസരണം നിർവഹിച്ചും കൊണ്ട് ഇത്തരത്തിലുള്ള സത്രവേദികളിൽ കൂടെ നമുക്ക് തത്വസമീക്ഷയായിട്ട് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോഴേക്കും ഇത് ചുരുങ്ങി വരേണ്ട ആ വാക്ക് സർവം ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം എന്നാണ്. എല്ലാം ബ്രഹ്മം തന്നെ. അപ്പം എന്തൊരു സുഖ! എല്ലാം ബ്രഹ്മമയമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? ഈ വേറെ വേറെ ഭാര്യ, മക്കള്, സമ്പത്ത്, സുഹൃത്തുക്കള്, ജനങ്ങൾ എന്നുള്ള രീതിയിൽ വേർതിരിക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒന്നും വേറെ വേറെ പറയണ്ട, ഒരൊറ്റ വാക്കിൽ ഒതുക്കാം. ഏത്? സർവം ബ്രഹ്മമയം എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിച്ചും കൊണ്ട് നമുക്ക് ഇവിടെ സമ്പൂർണമാക്കി തീർക്കാം. ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കെ തന്നെ ഒരു സാധാരണ ശിശുവായിട്ട് മാറി. കംസവധത്തിൽ നിന്ന്, കംസൻ വന്ന് കൊല്ലുന്നതിന് മുമ്പ് കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഭഗവാന്റെ പ്രേരണയോടുകൂടി ഭഗവാനെയും എടുത്ത് വസുദേവർ ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ലോകത്തിന് മുഴുവൻ മാതൃകയായ, ഇന്നും കൃഷ്ണാവതാരം എന്നുള്ളത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ ഒരു മധുരയിൽ നടന്ന ഒരു ലീലയല്ല. ആ ലീല ഇന്നും നമ്മുടെയൊക്കെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന, പ്രചോദനാത്മകമായിട്ടുള്ള ബുദ്ധിയെ നമുക്ക് നൽകി നമ്മുടെ ബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന്, ഈ പറഞ്ഞതിൽ നിന്ന് വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഗുരുപരമ്പരയുടെ അനുഗ്രഹം എന്നുള്ളത് മാത്രം. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് പറയാൻ സാധിച്ചോ അതെനിക്കറിയില്ല. പക്ഷെ ഇവിടെ വന്നിരുന്ന് ഈ വേദിയിലിരുന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് അതെൻ്റെ സ്വകാര്യതയാണ്, ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്. അത് വെറുതെ വന്നു പോയ സ്ഥിതിക്ക് നമ്മൾ ഇന്നത്തെ ഭാഷ ഒന്ന് പറഞ്ഞു പോവുക, അങ്ങനെയല്ല. നമുക്ക് ഒരേ സ്പന്ദനങ്ങളുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാണസ്പന്ദനമാണ്. ആ ഇരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ആ സ്പന്ദനം. അപ്പോൾ ഇവിടെ വന്നു ചേർന്നപ്പോൾ തന്നെ സ്വാമിജിയുമായിട്ട് ഒരുപാട് നേരം സംവദിക്കാനും സംസാരിക്കാനൊക്കെ സാധിച്ചു. കാണാൻ പോലും പറ്റുമോ എന്ന് ശങ്കയോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷേ സ്വാമിജിയുടെ പ്രഭാഷണം കഴിഞ്ഞ് താഴെ വന്നിരുന്നപ്പോൾ ഒരുപാട് നേരം സംസാരിക്കാനും സംവദിക്കാനും ഭാഗവതത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഒരു ചെറിയ സത്സംഗം അവിടുന്ന് കിട്ടിയതിൻ്റെ ഊർജവുമായിട്ടാണ് ഇവിടെ വന്നിരുന്നത്. വളരെ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്നല്ല, കൃപയുള്ളതുകൊണ്ടാണ് ഇവിടെ വരുന്നത്, അല്ലാണ്ട് കൃപ ഉണ്ടാവാനുള്ള സാധനമല്ല. കൃപായോഗം എന്നുള്ളത് നമ്മളിൽ ഉണ്ട് എന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു രംഗത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു കീർത്തനം ചൊല്ലിക്കൊള്ളാൻ സ്വാമിജി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ചൊല്ലി സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദനാമ സങ്കീർത്തനം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. പാടിവ കളിയാടിവ കുഴലോതിവ കമലേശ്വര മാധവ മുരളീധര മതിമോഹന മധുരേശ്വര ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കണ്ണനെ തിരയുന്നു ഞാൻ മണിവർണ്ണനെ തിരയുന്നു ഞാൻ കണ്ണനെന്നെ മറന്നുവോ മണിവർണ്ണനെന്നെ വെടിഞ്ഞുവോ ഉള്ളു നോവുണു ശ്രീപദേ ജഗദീപദേ കരുണാനിധേ പാടിവ കളിയാടിവ കുഴലോതിവ കമലേശ്വര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പഞ്ചമം ചൊരിയുന്ന പൂങ്കുയിൽ ഗാനധാരയിലൻ പ്രഭോ നിന്റെ പൂങ്കുഴൽ ഗാനമാധുരി കേൾപ്പു ഞാൻ ജഗദീശ്വര മുന്നിൽ വന്നിനിയൊന്നു നീ കുഴലോതുമോ മുരളീധര പാടിവ കളിയാടിവ കുഴലോതിവ കമലേശ്വര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നീലനേരത സുന്ദരൻ മധുലോലുപൻ വരിവണ്ടിലും നിന്റെ കാഞ്ചനമേനിതൻ തരളാഭയുണ്ടഖിലേശ്വര മുന്നിൽ വന്നിനിയൊന്നു നിൻ തനുകാന്തി കാട്ടുക മാധവ പാടിവ കളിയാടിവ കുഴലോതിവ കമലേശ്വര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലോലമാം ചെന്താമരത്താരിൻ്റെ മോഹനകാന്തിയിൽ യോഗിമാനസഹംസമ നിൻ പാദകാന്തി തുടിപ്പിതേ മുന്നിൽ വന്നിനിയൊന്നു നിൻ പദഭംഗി കാണുവനീശ്വര പാടിവ കളിയാടിവ കുഴലൂതിവ കമലേശ്വര ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നീലമേഘനഭസ്സിതിൽ പ്രമദാഭതൂകിന മിന്നലിൽ ശ്യാമസുന്ദരനാം 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 പ്രഭു തവ ചില്ലിവല്ലരി കാൺമിതേ മുന്നിൽ വന്ന ചില്ലിവല്ലരി എന്നു കാണുവനീശ്വര പാടിവ കളിയാടിവ കുഴലൂതിവ കമലേശ്വര ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നീലസുന്ദര നീരരാശിയിലോടിടും പരൽമീനിലും നീരതാഭയഴുന്ന നിന്നുടെ നീർമിഴി ചേലുണ്ടിതാ. മുന്നി നിന്തിരു നീഴ്മിഴി പ്രഭയൊന്നു കാട്ടുക കേശവ. പാടിവാ കളിയാടിവാ കുഴലൂതിവാ കമലേശ്വര. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചിഞ്ചില പദമോടുകാടതിൽ ഓടിടും തേനരുവിയിൽ നിന്റെ കാഞ്ചന നൂപുര ധ്വനി തന്നെ ഞാനിക കേൾപ്പിതേ. മുന്നിൽ വന്നു നീയൊന്നു നിന്നുടെ നൂപുര ധ്വനി കേൾക്കുവാൻ. പാടിവ കളിയാടിവ കുഴലോദിവ കമലേശ്വര. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഷഡ്ജമോദി നടന്നു പൂവനനാഥനാകിയ വണ്ടുപോൽ വേണുബോധി വ്രജാംഗന വനനാഥനാകിയ മോഹന. മുന്നിൽ വന്നെൻ ഭക്തിതൻ മധുവുണ്ണുവോ മധുനാശന. പാടിവ കളിയാടിവ കുഴലൂതിവ കമലേശ്വര. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി. 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 വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. 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 ഗോവർദ്ധന ഗിരിധാരി. ഗോവർദ്ധന ഗിരിധാരി. ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി. 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 വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി.
വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി 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 ഗോവർദ്ധന ഗിരിധാരി 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദനാമ സങ്കീർത്തനം